ഇന്നൽ ഹംദലില്ലാഹ് صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നൂർ 12-13 രണ്ട് വചനങ്ങൾ നോക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിചാരാരോപണവുമായി ബന്ധപ്പെട്ട് തന്നെ അവതരിച്ചതാണ്. ഈ വരുന്ന മുന്നോട്ടുള്ള ആയത്തുകളൊക്കെയും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നോക്കൂ, നിങ്ങൾ ലൗലാ ആയിക്കൂടായിരുന്നുവോ നിങ്ങളത് കേട്ട സന്ദർഭത്തിൽ, ആ വ്യഭിചാരോപണം കള്ള ആരോപണം കേട്ട സമയത്ത് നിങ്ങൾ കായിക്കൂടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ ആണുങ്ങളുടെയും അതുപോലെ മുഅ്മിനത്തുകളായ സ്ത്രീകളുടെയും വിചാരമായി കൂടായിരുന്നു. അവർ അവരുടെ സ്വന്തത്തിന് ഖൈറൻ നല്ലൊരു വിചാരം, ഖൈറൻ നല്ലൊരു ഖൈറായ വിചാരം ഉണ്ടായി കൂടായിരുന്നുവോ എന്നാണ് അല്ലാഹ് പറയുന്നത്. വഖാലു, അവർ പറഞ്ഞുകൂടായിരുന്നുവോ ഹാദാ ഇത് ഇഫ്കും മുബീൻ, വ്യക്തമായ വ്യാജവാർത്തയാണെന്ന് പറഞ്ഞുകൂടായിരുന്നുവോ എന്നാണ് അല്ലാഹ് പറയുന്നത്. പക്ഷെ അവർ അങ്ങനെ പറഞ്ഞില്ല, മൗനം പാലിച്ചു പലരും. അതാണ് അല്ലാഹ് പറയുന്നത്, അങ്ങനെ പറഞ്ഞുകൂടായിരുന്നുവോ. ഇന്നും നമുക്കിത് ബാധകമാണ്. എന്തെങ്കിലും തരത്തിലുള്ള വ്യഭിചാരോപണം, കള്ള ആരോപണങ്ങൾ ഏതെങ്കിലും നല്ല വ്യക്തികളെ കുറിച്ച് താണാകട്ടെ പെണ്ണാകട്ടെ അവരെ കുറിച്ച് ഉയർന്നു വരികയാണെങ്കിൽ നല്ല വിചാരം അതുമായി ബന്ധപ്പെട്ടു പുലർത്തണം. ഇനി എങ്ങനെയാണ് ആ ശിക്ഷയുടെ വിധി നടപ്പിലാകുന്ന കാര്യത്തിൽ പറയുന്നു, ലൗലാ ജാഉ അലൈഹി, ലൗലാ ആകാമായിരുന്നില്ല ജാഉ അലൈഹി, അവരുടെ മേൽ അതിന്മേൽ നിങ്ങൾക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ അർബഅത്തി ശുഹദാ, 4 സാക്ഷികളെ എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നില്ല എന്നാണല്ലോ ചോദിക്കുന്നത്. നിങ്ങൾ 4 സാക്ഷികളെ, ആ സാക്ഷികളെ കൊണ്ടുവന്നില്ല എങ്കിൽ അപ്പോൾ കൂട്ടർ അല്ലാഹുവിന്റെ അടുക്കൽ അവർ വ്യാജവാദികളാണ്, അവർ കള്ളവാദികളാണെന്നാണ് പറയുന്നത്. 4 സാക്ഷികളെ കൊണ്ടുവന്നാൽ മാത്രമേ വിചാരാരോപണം സ്ഥിരപ്പെടുകയുള്ളൂ. അതില്ലെങ്കിൽ ഒരിക്കലും വിചാരാരോപണം സ്ഥിരപ്പെടുകയില്ല. വിചാരം കണ്ടാൽ തന്നെ 3 വരെ സാക്ഷികളാണെങ്കിൽ അതിന് മറച്ചു വെക്കണം. അതിന് മാന്യതയുണ്ട്. കാരണം അതൊരിക്കലും പ്രത്യക്ഷപ്പെടുത്താൻ പാടില്ല, പൊതുജന സമക്ഷത്തിലേക്ക് വലിച്ചിഴക്കാൻ പാടില്ല. എന്നാൽ നോക്കൂ, ഇന്നത്തെ കാലത്ത് വളരെ ലാഘവത്തോടുകൂടിയാണ് ഇതൊക്കെയും കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ ഗൗരവം നാം ഖുർആനിൽ മനസ്സിലാക്കണം. ഈ ആയത്തുകൾ പഠിച്ചു മനസ്സിലാക്കണം. 4 സാക്ഷികളെ നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ നല്ല വിചാരം വെച്ചു പുലർത്തണം എന്നൊക്കെയാണ് ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.